ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് റൊട്ടീനും അതുപോലെ തന്നെ ഒരു കേക്ക് വ്ളോഗൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ രാത്രിത്തെ ഒരു റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നെയ്ച്ചോറിനെക്കാട്ടിലും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമല്ലോ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാനിങ്ങും മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചിക്കനൊക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ പോകണം. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോള കാര്യങ്ങളും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗ് ഇടുന്നത്. ഇത് കുറേ ദിവസമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കാര്യങ്ങൾ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒന്നാമത് വീട്ടിലെ കുട്ടികൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും പനിയും കാര്യങ്ങളും എല്ലാം അങ്ങനെ ആയതുകൊണ്ട് ഇതാണ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ഡിലേ ആയി പോണത്. അപ്പോൾ ഡെയിലി വ്ളോഗ് ഇടണം എന്നൊക്കെ വിചാരിക്കും, വീണ്ടും ഓരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കുട്ടികൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രിയാണ് കേട്ടോ. അപ്പോൾ അത് ഫൈഹക്കുട്ടി ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവളെ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ അവൾ ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല കാര്യങ്ങൾ എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉമ്മയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ദമ്മിട്ടിട്ടാണ് വയ്ക്കാറുള്ളത്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ മൊത്തം കൗണ്ടർ ടോപ്പ് മൊത്തം അലങ്കോലായി കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അപ്പോൾ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള പണി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സാലഡിന് വേണ്ടിയിട്ട് സവോളയും അതുപോലെ ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫൈഹക്കുട്ടി എന്താ ചെയ്യണത് എഴുതി കഴിഞ്ഞോ വന്നിട്ട് വന്ന് നോക്കണമുണ്ട് കേട്ടോ. നേരായിട്ട് ടി വി നോക്കിയിട്ടിരിക്കണം. എന്താ എഴുതണേ? അങ്ങനെ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് കുറേ വട്ടം ബിരിയാണീൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. വെറുതെ കാണിപ്പിച്ച് അത് കുറച്ചും കൂടി വീഡിയോ ലെങ്തായി പോകേണ്ടതാണ്. അങ്ങനെ നമ്മളിതവിടെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കേക്കിൻ്റെ വീഡിയോ ഉണ്ടോ ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ട, രണ്ടും കൂടി ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറുതായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കുന്നത്. 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേനും ഇവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തലകീഴായി കമിഴ്ത്തി വെച്ച അതിൻ്റെ വിപ്പിംഗ് ക്രീം താഴത്തേക്ക് വരാത്ത ആ കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ നല്ല സ്റ്റിഫായി ഇരിക്കണം. അപ്പോഴാണ് നമ്മൾ കേക്കിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതവിടെ കേക്കൊക്കെ അതിൻ്റെ ചൂടൊക്കെ ആറി ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല സോഫ്റ്റായ കേക്കാണ് കേട്ടോ. ഇതിന് ഒരു 3 ലെയറായിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്.
ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, സ്ട്രോബെറി കേക്ക്. ഇതിൻ്റെ 3 ലെയറായിട്ട് ഞാനിതിൽ ക്രഷാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ക്രഷും യൂസ് ആക്കും, അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ കേക്ക് ഓർഡർ നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ഒരു കസ്റ്റമറാണ്. ഇപ്പോൾ എൻ്റെ നിന്ന് കേക്ക് മേടിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ കേക്ക് ഓർഡറും എനിക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. മാഷാഅല്ലാ. അങ്ങനെ ഇതവിടെ കേക്കിനെ നല്ലതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് എടുക്കുകയാണ്. ഇതിൽ അധികം കളർ യൂസ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് പിങ്കിഷ് കളറാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കുറച്ച് കളറായിട്ട് വേണം എന്നിട്ട് പറഞ്ഞു. പിന്നെ അധികം കളർ യൂസ് ആക്കണ്ടെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ കളറ്. അങ്ങനെ ഇതാ കുറച്ച് കളർ മാത്രം ചേർത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രം എടുത്തിട്ടാണ് കേക്കിൽ മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്കിനെ നല്ലതുപോലെ ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊക്കെ വരുത്തി നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പാൽ നൈഫ് വെച്ചിട്ട് മുകളിലൊരു ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർ ന്യൂസിലും ഷെൽ ന്യൂസിലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് വൈറ്റിലും അതുപോലെ പിങ്ക് കളറിലൊക്കെ ഫ്ലവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പേര് കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമ്മൾ മലയാളത്തിലാണ് കേട്ടോ എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര പനിയായിരുന്നു കേട്ടോ. പനി പറഞ്ഞു വെച്ചാൽ ഈ കേക്ക് ഇപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊന്നും കുഴപ്പമില്ല. കുറച്ച് നേരം എനിക്ക് വെയ്യാവേണ്ട ഒന്ന് കടന്ന് എണീറ്റ് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പനി കൊണ്ട് എനിക്ക് എഴുതാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കൊടുക്കേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ പേരിനെ എഴുതി അങ്ങനെ ഫിനിഷിങ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വ്ളോഗൊക്കെ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.